ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സെറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തിയറമും അതിൻ്റെ പ്രൂഫുമാണ് നോക്കിയട്ടെ. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ലെറ്റ് എ കോമ ബി കോമ സി ബി എനി സെറ്റ്സ്. എയും ബിയും സിയും 3 സെറ്റ്സുകളാണ്. എ സബ്സെറ്റ് ഓർ ഈക്വൽ ടു എ ആണെന്ന് തെളിയിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ, എ സബ്സെറ്റ് ഓഫ് ബിയും ബി സബ്സെറ്റ് ഓഫ് എയും ആണെങ്കിൽ എ ഈക്വൽ ടു ബി ആണെന്ന് തെളിയിക്കണം. ഇതെല്ലാം ഇപ്പം നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അത് പ്രൂഫായിട്ട് തെളിയിക്കാം. മൂന്നാമത്തേത്, എ സബ്സെറ്റ് ബിയും ബി സബ്സെറ്റ് എയും ആണെങ്കിൽ എ സബ്സെറ്റ് ഓർ ഈക്വൽ ടു സി ആണെന്ന് തെളിയിക്കണം. ഇപ്പം നമ്മളിവിടെ പഠിച്ച പ്രോപ്പർട്ടീസ് വെച്ച് തെളിയിക്കാൻ പോകുന്ന ഒരു തിയറത്തിൻ്റെ 3 സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഓക്കെ, പ്രൂഫ് നോക്കിയട്ടെ. ആദ്യം നമ്മളിതാ ഈ രണ്ടാമത്തെ പാർട്ടാണ് ആദ്യം തെളിയിക്കാൻ പോകുന്നത്. ഓക്കെ, രണ്ടാമത്തെ പാർട്ടാണ് ഫസ്റ്റ് തെളിയിക്കാൻ പോകുന്നത്. അവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? എ സബ്സെറ്റ് ഓർ ഈക്വൽ ടു ബിയും ബി സബ്സെറ്റ് ഓർ ഈക്വൽ ടു എയും തന്നിട്ടുണ്ട്. എന്ത് തെളിയിക്കണം? എ ഈസ് ഈക്വൽ ടു ബി ആണെന്ന് തെളിയിക്കണം. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? എ സബ്സെറ്റ് ഓർ ഈക്വൽ ടു ബി അല്ലേ. എ സബ്സെറ്റ് ഓർ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ സബ്സെറ്റിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് എന്താണ് മീനിങ്? എവരി എലമെൻറ്റ് എക്സ് ബിലോങ്സ് ടു എ ഈസ് ഓൾസോ ഇൻ ബി എന്നാണ്. എയിലുള്ള ഏത് എലമെൻ്റ് എടുത്താൽ അതെവിടെയുണ്ടെന്ന് അർത്ഥം? ബിയിലുണ്ട് എന്നാണ് അർത്ഥം. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നമുക്ക് തന്നിരിക്കുന്നതാണ് ബി സബ്സെറ്റ് ഓർ ഈക്വൽ ടു എ അല്ലേ. അതിൻ്റെ മീനിങ് എന്താണ്? എവരി എലമെൻറ്റ് ഓഫ് വൈ ബിലോങ്സ് ടു ബി ഓൾസോ ഇൻ എ. അതായത് ബിയിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും അതെവിടെയുണ്ടെന്ന് അർത്ഥം? എയിലുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം എയിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും അതെവിടെയുണ്ട്? ബിയിലുണ്ട്. അതേപോലെ ബിയിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും എവിടെയുമുണ്ട്? എയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എയിലെയും ബിയിലെയും എലമെൻസുകൾ സെയിം ആയിരിക്കത്തില്ലേ? എയിലെയും ബിയിലെയും എലമെൻസുകൾ സെയിം ആയിരിക്കും. അപ്പോൾ എവരി എലമെൻറ്റ് ഓഫ് എ ബിയിലുണ്ട് ആൻഡ് എവരി എലമെൻറ്റ് ഓഫ് ബി ഈസ് ഇൻ എ എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്? എയും ബിയും കണ്ടെയ്ൻ ചെയ്യുന്ന എക്സാക്റ്റ്ലി സെയിം എലമെൻറ്റ്സ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൺക്ലൂഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? എ ഈക്വൽ ടു ബി എന്ന് എഴുതാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ പാർട്ടിൻ്റെ പ്രൂഫ് മനസ്സിലായല്ലോ. ഇനിയും അതിൻ്റെ ആദ്യത്തെ പാർട്ടിൻ്റെ പ്രൂഫ്. ആദ്യത്തെ പാർട്ട് എന്താണെന്ന് നോക്കിയാട്ടെ. ആദ്യത്തെ പാർട്ട് നമുക്ക് തെളിയിക്കണ്ടേ എ സബ്സെറ്റ് ഓർ ഈക്വൽ ടു എ എന്ന് തെളിയിക്കണം. എ സബ്സെറ്റ് ഓർ ഈക്വൽ ടു എ, സബ്സെറ്റിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് എ സബ്സെറ്റ് ഓർ ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ഈ എയിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും അതെവിടെയുണ്ട്? ദാ ഈ എയിലുണ്ട് എന്നാണ് അർത്ഥം. ഇവിടെ ഈ രണ്ട് സൈഡിലും എ ആയതുകൊണ്ട് ദിസ് ഈസ് ട്രിവിയലി ട്രൂ ആയിരിക്കും. ഈ എ എന്ന് പറയുന്ന രണ്ട് സെറ്റിനകത്തും കണ്ടെയ്ൻ ചെയ്യുന്ന അതിൻ്റെ തന്നെ സെയിം എലമെൻസുകളായിരിക്കും. എന്ന് പറയുമ്പോൾ എ ആരുടെ സബ്സെറ്റ് തന്നെയാണ്? എയുടെ സബ്സെറ്റ് തന്നെയായിരിക്കും. അവിടെ എയും ബിയും എങ്ങനെയാണ്? ഈക്വലും ആയിരിക്കും. ഇതാണ് രണ്ടാമത്തെ പ്രൂഫ്. ഓക്കെ, ഇനി മൂന്നാമത്തെ പാർട്ട് എന്താ തെളിയിക്കണ്ടേ? എ സബ്സെറ്റ് ഓർ ഈക്വൽ ടു ബിയും ബി സബ്സെറ്റ് ഓർ ഈക്വൽ ടു സിയും ആണെങ്കിൽ എന്ത് തെളിയിക്കണം? എ സബ്സെറ്റ് ഓർ ഈക്വൽ ടു സി എന്ന് തെളിയിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ അസ്യൂമിങ് ചെയ്യുന്നു. എന്ത് അസ്യൂമിങ് ചെയ്യുന്നു? എ സബ്സെറ്റ് ഓർ ഈക്വൽ ടു ബി ആണെന്നും ബി സബ്സെറ്റ് ഓർ ഈക്വൽ ടു സി ആണെന്നും അസ്യൂമിങ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ സബ്സെറ്റിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് എ സബ്സെറ്റ് ഓർ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ എയിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും അതെവിടെ ഉണ്ടായിരിക്കും? ബിയിലുണ്ട് എന്നാണ് ഇതിൻ്റെ മീനിങ്. അതായത് ബൈ ഡെഫിനിഷൻ ഓഫ് സബ്സെറ്റ് എവരി എലമെൻ്റ് ഓഫ് എക്സ് ബിലോങ്സ് ടു എ. എയിലുള്ള ഏത് എക്സ് എടുത്താലും അതെവിടെയും കാണും? ബിയിലും കാണും. ഓക്കെ, ഇനി രണ്ടാമത് നമുക്ക് അതെങ്ങനെ കണ്ടീഷൻ എന്താണ്? ബി സബ്സെറ്റ് ഓർ ഈക്വൽ ടു സി അല്ലേ. ബി സബ്സെറ്റ് ഓർ ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ബിയിലുള്ള ഏത് എക്സ് എടുത്താലും അതെവിടെയും ഉണ്ടായിരിക്കും? സിയിലും ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പം എയിലുള്ള ഏതൊരു എക്സ് എടുത്താലും ആ എക്സ് എവിടെ ഉണ്ടായിരിക്കും? ആ എക്സ് ബിയിലുണ്ടായിരിക്കും. അപ്പോൾ ആ ബിയിലുള്ള ഏത് എക്സ് എടുത്താലും അതെവിടെ ഉണ്ടായിരിക്കും? സിയിലുണ്ടായിരിക്കും. അപ്പം ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് എയിലുള്ള ഏത് എക്സ് എടുത്താലും അതെവിടെയും ഉണ്ടെന്ന് അർത്ഥം? അത് സിയിലുണ്ടെന്നാണ് അർത്ഥം. അപ്പം എന്താണ്? എവരി എലമെൻറ്റ് ഓഫ് എക്സ് ഈസ് ഓൾസോ ഇൻ സി ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എ സബ്സെറ്റ് ഓർ ഈക്വൽ ടു സി ആണ്. എ ഈസ് എ സബ്സെറ്റ് ഓഫ് സി ആണ്. ഓക്കെ, ഡെഫിനിഷനിൽ നിന്ന് മാത്രം തെളിയിക്കുന്ന ഒരു തിയറമാണ്. നമുക്ക് 2 മാർക്കിനൊക്കെ ചിലപ്പം പ്രൂഫ് എഴുതാൻ ചോദിക്കും. അതുകൊണ്ട് പ്രൂഫ് പഠിച്ചു വെച്ചോണം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഓൾറെഡി തെളിയിച്ചാണ്. ഈസ് നോട്ട് എ പ്രോപ്പർ സബ്സെറ്റ് എന്നുള്ള എഴുതിയാണ്. സ്പെഷ്യൽ സിമ്പിൾ പറഞ്ഞു. അതിന് ശേഷം 2 ഡെഫിനിഷനാണ് യൂണിവേഴ്സൽ സെറ്റ്. അത് നമുക്ക് അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.